नमस्ते बच्चों, आज हम 8वीं कक्षा के इकाई 2 का चौथा अध्याय पढ़ने वाले हैं। चौथा अध्याय का नाम है उजाला। उजाला का लेखक है सेवक राम यात्री। जरा हम कवि परिचय को देखेंगे। देखिए, सेवक राम यात्री का जन्म 10 जुलाई 1932 को उत्तर प्रदेश के मुजफ्फरनगर में हुआ। आपने कहानी, उपन्यास, व्यंग्य, संस्मरण आदि विधाओं में लेखन कार्य किए। आप वर्तमान साहित्य मासिक पत्रिका और विस्थापिता कथा संग्रह के संपादक रहे। आप साहित्य श्री, साहित्य भूषण और महात्मा गांधी साहित्य सम्मान से पुरस्कृत है। ഉജാല എന്ന് പറയുന്ന ഈ അധ്യായം ഒരു കഥയാണ്. കഥ എഴുതിയ കവിയുടെ പേരാണ് സേവക് രാം യാത്രി. സേവക് രാം യാത്രി ഇദ്ദേഹത്തിൻ്റെ ജനനം 10 ജൂലൈ 1932 ഉത്തർപ്രദേശിലെ മുസാഫർനഗറിലാണ്. അദ്ദേഹം കഥ, ഉപന്യാസം, ഹാസ്യലേഖനം, സംസ്മരണം, ഓർമ്മക്കുറിപ്പ് എന്ന വിഭാഗങ്ങളിൽ ഇദ്ദേഹം ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. വർത്തമാൻ സാഹിത്യ എന്ന മാസികയുടേതും വിസ്ഥാപിത എന്ന കഥാസമാഹാരത്തിൻ്റെയും എഡിറ്ററാണ് ഇദ്ദേഹം. സാഹിത്യശ്രീ, സാഹിത്യഭൂഷൺ, മഹാത്മാഗാന്ധി സാഹിത്യ സമ്മാൻ എന്നീ പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട് സേവക് രാം യാത്രി. നമുക്ക് കഥയിലേക്ക് കടക്കാം. അധ്യായത്തിൻ്റെ പേരാണ് ഉജാല. ഉജാല എന്ന് പറഞ്ഞാൽ പ്രകാശമാണ്. मेरी गाड़ी कई घंटे विलंब से चल रही थी. जब मैं अगले गंतव्य स्टेशन पर पहुंचा तो मैंने कई रिक्शा चालकों से जवाहर कॉलोनी चलने को कहा. ഇവിടെ എഴുത്തുകാരൻ ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എഴുത്തുകാരൻ ഇവിടെ പറയണതാ, മേരി ഗാഡി കൈ ഘണ്ടെ വിലംബ് സെ ചൽ രഹി തി. എൻ്റെ വണ്ടി ഒരുപാട് നേരം വൈകിയാണ് ഓടിക്കൊണ്ടിരുന്നത്. ജബ് മേ അഗ്ലേ ഗന്തവ്യ സ്റ്റേഷൻ പർ പहुंचा तो, ഗന്തവ്യം എന്ന് പറഞ്ഞാൽ ഡെസ്റ്റിനേഷനാണ്, നമ്മൾ പോവേണ്ടിയിരിക്കുന്ന സ്ഥലത്തെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. ജബ് മേ അഗ്ലേ ഗന്തവ്യ സ്റ്റേഷൻ पहुंचा तो मैंने कई रिक्शा चालकों से जवाहर कॉलोनी चलने को कहा. പോകേണ്ട സ്ഥലം എത്തിയപ്പോൾ ഞാൻ ഒരുപാട് റിക്ഷക്കാരോട് ജവഹർ കോളനിയിലേക്ക് പോവാൻ വേണ്ടി പറഞ്ഞു. चूंकि जवाहर कॉलोनी स्टेशन से दूर पड़ती थी और रास्ता भी सुनसान था. എന്തെന്ന് വെച്ചാൽ ജവഹർ കോളനി സ്റ്റേഷനിൽ നിന്ന് ഒരുപാട് അകലെയായിരുന്നു. इसलिए कोई भी रिक्शा चालक मुझे जवाहर कॉलोनी ले जाने को तैयार नहीं हुआ. അതുകൊണ്ട് ജവഹർ കോളനിയിലേക്ക് പോകാൻ ആരും തയ്യാറായില്ല എന്നിവിടെ എഴുത്തുകാരൻ പറയാണ്. मैं प्लेटफॉर्म से बाहर निकलकर कोई 15 मिनट तक इसी प्रतीक्षा में खड़ा रहा कि कोई रिक्शा चालक ना सही शायद ट्रेन से उतरी कोई सवारी ही उधर जाने वाले दिख जाए. रात गहराने लगी तो सुनसान रास्ते पर जाते हुए मन पक्का नहीं हो पाता. हाँ, संग साथ के लिए कोई उधर जाने वाला मिल जाए तो आदमी निडर होकर जा सकता है. ഇവിടെ പറയാനെന്താ, मैं प्लेटफॉर्म से बाहर निकलकर कोई 15 मिनट तक इसी प्रतीक्षा में खड़ा रहा. ഞാൻ പ്ലാറ്റ്ഫോമിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് 15 മിനിറ്റോളം ഈ പ്രതീക്ഷയിൽ കാത്തുനിന്നു. എന്തെന്ന് വെച്ചാൽ कोई रिक्शा चालक ना सही, आरम रिक्शा चालक ना सही शायद ट्रेन से उतरी कोई सवारी ही उधर चलने वाले दिख जाए. അങ്ങോട്ടേക്ക് ജവഹർ കോളനിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ആരും റിക്ഷക്കാരെങ്കിലും കാണാൻ സാധിക്കും, ഇല്ലെങ്കിൽ ട്രെയിനിൽ നിന്ന് ഇറങ്ങിയ ആരെങ്കിലും യാത്രക്കാർ ജവഹർ കോളനിയിലേക്ക് പോകുന്നവർ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ 15 മിനിറ്റോളം ഞാൻ പ്ലാറ്റ്ഫോമിൽ നിന്ന് പുറത്തിറങ്ങി കാത്തു നിന്നു എന്നിവിടെ എഴുത്തുകാരൻ പറയാണ്. रात गहराने लगी तो सुनसान रास्ते पर जाते हुए मन पक्का नहीं हो पाता. രാത്രി കൂടുന്നതിന് അനുസരിച്ചിട്ട്
ശൂന്യമായ ആ വഴിയിൽ മനസ്സുറപ്പോടുകൂടെ ഒറ്റയ്ക്ക് പോവാൻ മനസ്സ് വന്നില്ല എന്നിവിടെ പറയാണ്. हाँ, संग साथ के लिए कोई उधर जाने वाला मिल जाए तो आदमी निडर होकर जा सकता है. നിഡർ എന്ന് പറഞ്ഞത് ഭയമില്ലാതെ. ഇവിടെ പറയാൻ എന്താ, ഒന്നിച്ച് പോവാൻ ആരെങ്കിലും കിട്ടിയാൽ ഭയമില്ലാതെ പോവാൻ പറ്റും എന്നിവിടെ എഴുത്തുകാരൻ പറയുന്നുണ്ട്. काफी देर तक जब कोई पहचान वाला नहीं दिखा तो मैंने सोचा अकेले जाने के बजाय स्टेशन के प्रतीक्षालय में रुक कर ही कुछ घंटे बिता लिया जाए. ഇവിടെ വീണ്ടും പറയാൻ എന്താ, കാഫി ദേർ തക് ഒരുപാട് നേരം, कोई पहचान वाला नहीं ദിക്കാത്തോ പരിചയക്കാരും കാണാതായപ്പോൾ मैंने सोचा അദ്ദേഹം ചിന്തിച്ചു, അക്കേലെ ജാനെ കെ ബജായ് ഒറ്റയ്ക്ക് പോകുന്നതിനേക്കാൾ നല്ലത് സ്റ്റേഷൻ കെ പ്രതീക്ഷാലയമേ സ്റ്റേഷനിലെ വെയിറ്റിംഗ് റൂമിൽ കുറച്ചു നേരം ചിലവഴിച്ച് പോകാമെന്ന് വിചാരിച്ചു. പ്രതീക്ഷാലയം എന്ന് പറഞ്ഞാൽ വെയിറ്റിംഗ് റൂമാണ്. മഗർ മേരാ യഹ് സോച്ചാ ഹുവാ ഭി സംഭവ് നഹി ഹുവാ. പക്ഷെ എൻ്റെ ഈ ചിന്തയും ഫലപ്രദമായില്ല എന്നിവിടെ പറയാണ്. ക്യോंकि प्रतीक्षालय में भीड़ भाड़ इतनी ज्यादा थी कि मुझे वहां अपने लिए ठहर सकने की कोई गुंजाइश नजर नहीं आई. എൻ്റെ ഈ ചിന്തയും സാധ്യമായില്ല എന്നിവിടെ പറയാണ്. എന്തെന്ന് വെച്ചാൽ ആ കാത്തിരിപ്പ് മുറിയിൽ, ആ വെയിറ്റിംഗ് റൂമിൽ തിരക്ക് ഒരുപാട് ഉണ്ടായിരുന്നു. എനിക്ക് അവിടെ തങ്ങാനുള്ള ഒരു സാധ്യതയും കണ്ടില്ല എന്നിവിടെ പറയാണ്. ठहर रखने की कोई गुंजाइश नजर नहीं आई. इसके अलावा थोड़ी थोड़ी सर्दी भी शुरू हो गई थी. അതോടൊപ്പം തന്നെ കുറച്ച് തണുപ്പും കൂടിക്കൊണ്ട് വരുമായിരുന്നു. जो रात के गहराते ही और भी अधिक बढ़ जाते हैं. രാത്രി കനക്കുന്നതോടുകൂടി തണുപ്പും വീണ്ടും വർദ്ധിക്കുമായിരുന്നു. സർദി എന്ന് പറഞ്ഞാൽ തണുപ്പാണ്. സർദി भी शुरू हो चुकी थी. जो रात के गहराते ही और भी अधिक बढ़ जाती है. मेरे पास ओढ़ने बिछाने को कुछ नहीं था. ഇവിടെ വീണ്ടും പറയാണ് എഴുത്തുകാരൻ എന്താ, എൻ്റെ അടുത്ത് ഓढ़ने बिछाने പുതയ്ക്കാനും വിരിക്കാനും യാതൊന്നും ഇല്ലായിരുന്നു എന്നിവിടെ പറയാണ്. अंत में यही तय किया कि साहस से काम लिया जाए. അവസാനം ചിന്തിച്ചെന്താ, ധൈര്യത്തോടെ കാര്യങ്ങൾ നോക്കാമെന്ന് ചിന്തിച്ചു. और अपनी कॉलोनी की ओर प्रस्थान कर दिया जाए. അതുകൊണ്ട് കോളനിയിലേക്ക് പുറപ്പെടാമെന്ന് ചിന്തിച്ചു. मैं मार्ग से बखूबी परिचय था. अंततः मैं मन पुख्ता करके चल ही पड़ा. चलते चलते जैसे ही मैं स्टेशन की सीमा से बाहर निकला तो यह देखकर दंग रह गया कि सड़क के दोनों तरफ खड़े बिजली के खंभों पर एक भी बल्ब अथवा रॉड नहीं चल रही है. अंधेरी रात थी और मेरे साथ चलने वाला कोई नहीं था. ऐसी विकट परिस्थिति में निश्चित होकर बढ़ते चले जाना भी സുഖം നഹിത. ഇവിടെ എഴുത്തുകാരൻ പറയണ എന്താ, മേ മാർഗസേ ബഖൂബി പരിചയിത, ഞാൻ നന്നായിട്ട് വഴി മനസ്സിലാക്കിയിരുന്നു. അന്തത മേ മൻ പുക്ത കർക്കെ ചൽഹി പടാ, അവസാനം മനസ്സിനെ ബലപ്പെടുത്തി ഞാൻ മുന്നോട്ട് നടക്കുക തന്നെ ചെയ്തു. സ്റ്റേഷൻ കി സീമാസെ ബാഹർ നിക്ല, സ്റ്റേഷനിൽ നിന്ന് ഞാൻ പുറത്തിറങ്ങി. तो यह देखकर दंग रह गया कि सड़क के दोनों तरफ खड़े बिजली के खंभों पर एक भी बल्ब अथवा राड नहीं चल रही थी. പുറത്തിറങ്ങിയപ്പോൾ ആശ്ചര്യപ്പെട്ടു. എന്തെന്ന് വെച്ചാൽ വഴിയിലെ രണ്ട് ദിശകളിലായിട്ടും ഇലക്ട്രിക് പോസ്റ്റിൽ ബൾബോ ഒന്നും കത്തുന്നില്ലായിരുന്നു. അന്ധേരി രാത് थी और मेरे साथ चलने वाला कोई नहीं थी. രാത്രിയായിരുന്നു, അന്ധകാരത്തിൽ ആരും എന്നോടൊപ്പം ഇല്ലായിരുന്നു എന്നിവിടെ പറയാണ്. ऐसी विकट परिस्थिति में निश्चिंत होकर बढ़ते चले जाना भी സുഖം नहीं था. ഇങ്ങനെ കുഴപ്പം പിടിച്ച ഈ സ്ഥിതിയിൽ മുന്നോട്ട് നടക്കാൻ സുഗമമായിരുന്നില്ല എന്നിവിടെ പറയാണ്. एक तो वाहन इधर उधर आए गए भी, मगर उनके क्षीण रोशनी में रास्ता तो दूर तक नहीं दिख जा सकता था. फिर सड़क भी ठीक नहीं थी.
उसमें भी जगह जगह गड्ढे थे। खैर किसी तरह सावधानी से धीमे 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 चलते हुए मैं एक मोड़ तक पहुंच ही गया. ഇവിടെ വീണ്ടും പറയണം എന്താ, एक दो वाहन इधर उधर आए जाए भी. വാഹനങ്ങൾ അങ്ങിങ്ങായി കടന്നുപോയി. പക്ഷേ മഗർ ഉൻകി ക്ഷീൺ റോഷനിമേ, അതിൻ്റെ ആ വാഹനങ്ങളുടെ ക്ഷീണമായിട്ടുള്ള ആ വാഹനങ്ങളുടെ മങ്ങിയ പ്രകാശം എവിടെയും എത്തുന്നില്ലായിരുന്നു, എവിടെയും കാണുന്നില്ലായിരുന്നു ആ പ്രകാശം കൊണ്ടൊന്നും ഇവിടെ പറയാണ്. ഫിർ സടക് ബി ടീക് നഹി താ, പക്ഷെ വഴിയും നന്നായിട്ട് ഉണ്ടായിരുന്നില്ല എന്നിവിടെ പറയാണ്. ഉസ്മേ ബി ജഗ 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 ഗഡേത്ത്, അവിടെ ഇവിടെ ആയിട്ട് കുഴികളും ഉണ്ടായിരുന്നു ആ വഴിയിൽ. क्या किसी तरह सावधानी से धीमे धीमे चलते हुए, എങ്ങനെയെങ്കിലും മെല്ലെ മെല്ലെ നടന്ന് നടന്ന് ഞാൻ एक मोड़ तक पहुंच ही गया, ഒരു വളവിലേക്ക് ഞാൻ എത്തിച്ചേർന്നു എന്നിവിടെ പറയാണ്. वहाँ से मेरा रास्ता दूसरी ओर मुड़ता था. तभी मैंने देखा कि थोड़ा सा आगे दो व्यक्ति धीमी गति से एक लालटेन हाथ में पकड़कर आगे बढ़ रहे थे. वहाँ से मेरा रास्ता दूसरी ओर मुड़ता था. ആ വളവിലെത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ വഴി മറ്റൊരു ദിശയിലേക്ക് തിരിക്കുകയായിരുന്നു. തബി മേനെ ദേഖാക്കി, അപ്പോൾ ആ എഴുത്തുകാരന് കണ്ടു എന്താ, തോടാ സ ആകെ ദോ വ്യക്തി ധീമി ഗതി സെ एक लालटेन हाथ में लिए आगे बढ़ रहे थे. രണ്ട് ആൾക്കാർ കയ്യിൽ റാന്തൽ വിളക്കുമായി കയ്യിൽ പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടക്കുമായിരുന്നു. मुझे उस लालटेन के प्रकाश में मार्ग दिख सकने की संभावना दिखाई पड़ी. ആ റാന്തൽ വിളക്കിന്റെ പ്രകാശത്തിൽ മാർഗം കാണാൻ സാധിച്ചു എന്നിവിടെ പറയാണ്. अंधेरी रात में मुझे यह प्रकाश एक ईश्वरीय विभूति जैसा जान पड़ा. അന്ധകാരത്തിലെ ആ രാത്രിയിൽ ഈ പ്രകാശം എനിക്ക് ദൈവത്തിന്റെ പ്രസാദം പോലെ തോന്നി എന്നിവിടെ പറയാണ്. मैं लपक कर उन दोनों के नजदीक पहुंच गया. उनके एकदम निकट जाकर मैं पाया कि वो दोनों राहगीर तो निपट अंधे थे. उनके हाथों में जलती लालटेन देखकर मुझे घोर आश्चर्य हुआ. मैं लपक कर उन दोनों के नजदीक पहुंच गया. ഇവിടെ എഴുത്തുകാരൻ വീണ്ടും പറയണം എന്താ, മേ ലപ്പക്കർ, ഞാൻ വളരെ വേഗത്തിൽ അവരുടെ അടുത്തേക്ക് ചെന്നു. ഉൻകെ ഏകദം നിക്കട്ട് ജാക്കർ മേനെ പായാക്കി, അവരുടെ അടുത്തെത്തിയപ്പോൾ ഇത് കണ്ട് ആശ്ചര്യപ്പെട്ടു. എന്തെന്ന് വെച്ചാൽ മേനെ പായാക്കി വോ ദോനോ രാഹഗീർ തോ നിപ്പട്ട് അന്ധേത്തി, ആ രണ്ട് സഞ്ചാരികളും തീർത്തും അന്ധരായിരുന്നു. ഉൻകെ ഹാത്ത് മേ ജൽത്തി ലാൽटेन देखकर मुझे घोर ആശ്ചര്യ ഹുവ, അവരുടെ കയ്യിൽ ജ്വലിച്ചു കൊണ്ടിരിക്കുന്ന ആ റാന്തൽ വിളക്ക് കണ്ടിട്ട് എനിക്ക് ആശ്ചര്യം തോന്നി എന്നിവിടെ പറയാണ്. जिज्ञासा का दमन नहीं कर पाया तो मैंने पूछा, 22-10 लोग आप जो यह जलती लालटेन लेकर रास्ते पर चल रहे हैं, भला इसमें आपका क्या लाभ मिल रहा है. ഇവിടെ ആ രണ്ട് യാത്രികരെ കണ്ടിട്ട് എഴുത്തുകാരൻ ചോദിക്കുകയാണ് അവരോട്, भाई सूरदास लोग, आप जो यह जलती लालटेन लेकर रास्ते पर चल रहे हैं, ഈ ജ്വലിക്കുന്ന ഈ റാന്തൽ വിളക്കുമായി നിങ്ങൾ ഈ വഴിയിൽ നടക്കുന്നു. ബല ഇസ്സെ ആപ്കാ ക്യാ ലാഭ് ഹെ, ഇതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ലാഭമാണ് എന്ന് ആ രണ്ട് ആൾക്കാരോടും ആ രണ്ട് സഞ്ചാരികളോടും ഈ എഴുത്തുകാരൻ ചോദിക്കുകയാണ്. ഇവിടെ സൂർദാസ് എന്ന് ഇവരെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇവര് രണ്ടാളും അന്ധരാണ്. നമുക്കറിയാലേ, ഭക്തികാലത്തിൽ നമുക്ക് സൂർദാസിനെയൊക്കെ അറിയാം. ആ കവി അന്ധനായിരുന്നു അല്ലേ, പക്ഷെ സൂർദാസ് എന്നാണ്. നമുക്കറിയാം ഭക്തികാലത്തിൽ സൂർദാസ് ഒരു അന്ധനായ ഒരു കവിയായിരുന്നു. പക്ഷെ അദ്ദേഹം കൃഷ്ണ ഭക്തനായിരുന്നു അല്ലെ. അദ്ദേഹം ഒരുപാട് കവിതകളൊക്കെ ഒരുപാട് രചനകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിലൊക്കെ കൃഷ്ണനെ ഒരുപാട് വർണ്ണിച്ചിട്ടുണ്ട്. പക്ഷെ അന്ധനായിരുന്നിട്ട് കൂടി അദ്ദേഹം ഒരുപാട് നന്നായിട്ട് കൃഷ്ണനെ വർണ്ണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഹിന്ദി പ്രദേശങ്ങളിലൊക്കെ അന്ധരായ ആൾക്കാരെ വിശേഷിപ്പിക്കുന്നത് സൂർദാസ് എന്നാണ്. അതാണ് ഈ കഥയിൽ കവി പറഞ്ഞിരിക്കുന്നത്. എന്താ, സൂർദാസ് ലോകേന്ന്. ഇവർ അന്ധരായതുകൊണ്ടാണ് ഇവർ ഇങ്ങനെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. सहज उत्कंठ सुनकर वे दोनों चलते चलते रुक गए और उनमें जो उम्र में बड़ा था बोला,
बाबूजी लालटेन हम अपने वास्ते लेकर नहीं चल रहे हैं बल्कि आप जैसे आंख वालों के लिए लेकर चल रहे हैं. ഇവിടെ ചോദിക്കുകയാണ് എന്താ, നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ റാന്തൽ വിളക്കുമായിട്ട് നടക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അതിൽ ആ രണ്ട് ആൾക്കാരിൽ മുതിർന്ന ആൾ പറയാണ് എഴുത്തുകാരനോട്, ബാപ്പുജി ലാൽട്ടൻ ഹം അപ്നെ വാസ്തെ ലേക്കർ നഹി ചൽ രഹേ, ഞങ്ങൾക്ക് വേണ്ടിയല്ല ഈ റാന്തൽ വിളക്ക് നമ്മൾ എടുത്തുകൊണ്ടു പോകുന്നത്, തിരിച്ച് ബൽക്കി ആപ് ജൈസെ ആങ്ക് വാലെ കെ ലിയെ ലേക്കർ ചൽ രഹേ, പക്ഷേ നിങ്ങളെ പോലെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ റാന്തൽ വിളക്കുമായി നടക്കുന്നത് എന്നിവിടെ പറയാണ്. मैंने कहा मेरे लिए क्यों, मेरी आपका क्या चिंता, जिसे ज़रूरत होगी वह खुद अपनी रोशनी का प्रबंध करेगा. അപ്പോൾ എഴുത്തുകാരന് വീണ്ടും അവരോട് പറയാൻ എന്താ, മേരെ ലിയെ ക്യൂ, എനിക്ക് എന്തിനാണ് ഈ റാന്തൽ വിളക്ക് എന്നിവിടെ ചോദിക്കുകയാണ്. മേരി ആപ്ക ക്യാ ചിന്ത, എനിക്ക് വേണ്ടി എന്തിന്, എന്നെക്കുറിച്ച് നിങ്ങൾ എന്തിന് ചിന്തിക്കുന്നു എന്നിവിടെ ചോദിക്കുകയാണ്. जो रात के अंधेरे में जिसे जरूरत होगी, ആർക്കാണോ ആവശ്യം, റാന്തൽ വിളക്കിന്റെ ആവശ്യം ആർക്കാണോ അവർ അതിനു വേണ്ടിയുള്ള ഏർപ്പാടുകൾ ചെയ്തുകൊള്ളും. അതുകൊണ്ട് നിങ്ങൾ എന്തിന് ഈ റാന്തൽ വിളക്കുമായിട്ട് ഈ അന്ധകാരത്തിൽ നടക്കുന്നു എന്നിവിടെ ചോദിക്കുകയാണ്. उनमें से एक बोला, नहीं बाबूजी यह बात नहीं है, जो रात के अंधेरे में आते जाते हैं उन सबके पास उजाले का इंतजाम नहीं होता. അവരിൽ ഒരാൾ പറഞ്ഞു, അങ്ങനെയല്ല, ആരാണോ രാത്രിയിൽ അന്ധകാരത്തിൽ വരികയും പോവുകയും ചെയ്യുന്നത് അവർക്ക് വേണ്ടിയിട്ടാണ് ഈ റാന്തൽ വിളക്കുമായി ഞങ്ങൾ നടക്കുന്നത് എന്നിവിടെ പറയാണ്. फिर उसने अपनी बात बीच में रोककर पूछा, क्या आपके पास रोशनी का प्रबंध है. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഇടയ്ക്ക് വെച്ച് ചോദിക്കുകയാണ് എഴുത്തുകാരനോട്, എന്താ, फिर उसने अपनी बात बीच में रोककर पूछा, क्या आपके पास रोशनी का इंतजाम प्रबंध है. നിങ്ങളുടെ അടുത്ത് വെളിച്ചമുണ്ടോ എന്ന് ആ എഴുത്തുകാരനോട് അതിലൊരാൾ ചോദിക്കുകയാണ്. उसका प्रश्न सुनकर मैं सकपका गया और झूमते हुए बोला, नहीं सूरदास, मेरे पास रोशनी की कोई व्यवस्था नहीं है, मैं तो टॉर्च लेकर भी नहीं चला. അപ്പോൾ അയാൾ എഴുത്തുകാരൻ ലജ്ജിച്ചുകൊണ്ട് പറയാണ്, എന്താ, നഹി സുർദാസ്, മേരെ പാസ് റോഷനിക്ക് കോയി വ്യവസ്ഥ നഹി, എൻ്റെ അടുത്ത് വെളിച്ചത്തിന് വേണ്ടിയുള്ള ഒരു ഏർപ്പാടുകളും ഇല്ല. മേ തോ ടോർച്ച് ലേക്കർ ബി നഹി ചല, എൻ്റെ അടുത്ത് ടോർച്ച് പോലും ഇല്ല എന്നിവിടെ എഴുത്തുകാരൻ ആ രണ്ടാളോടും പറയാണ്. आज हम इकाई दूसरे का चौथा अध्याय पढ़े थे. अध्याय का नाम है उजाला. इस पाठभाग को अगले कक्षा में हम फिर शुरू करेंगे. धन्यवाद.